ഹും, എൻ്റെ കുഞ്ഞ് സന്തോഷത്തോടെ പോയി വാ. അവിടെ എത്തിയാ വിളിക്കണം കേട്ടോ. ഏത്? അവളുടെ നോക്കിയ ഫോണിൽ നിന്നോ? അവിടെ ആ ഫോൺ പുറത്ത് കാണിക്കാൻ കൊള്ളൂല. ഹെ, ഞാൻ പുതിയ ഫോൺ വാങ്ങിത്തരാ പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞതല്ലേ. അവിടെ പോയാൽ എല്ലാവരും ഈ ഫോൺ കണ്ടതിനെ കളിയാക്കും വേണ്ടി. ഏത് പുച്ഛിച്ച് പറഞ്ഞത് കേട്ട് അവൾ ചുണ്ട് ചുളുക്കി അവനെ നോക്കി. പോടാ, നിന്നോട് ഇനി ആദ്യം മിണ്ടൂല. ഈ ഇടയായി നീ എന്നെ വല്ലാതെ ട്രോളുന്നുണ്ട്. യുഎസിലെത്തിയ എങ്ങനെ നിൽക്കണമെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞു ഏത് ഓരോന്ന് പറഞ്ഞ് ഡെയിലി അവളെ ട്രോളാറുണ്ട്. അതോർത്തവൾ മുഖത്ത് സങ്കടം വാരി വിതറിയതും യദു ഒന്ന് ചിരിച്ചു. അതേസമയം കാറിൽ കയറിയിരുന്ന കണ്ണൻ നിർത്താതെ ഹോണടിച്ചതും മുത്തച്ഛൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തവൾ യദുവിനെ കെട്ടിപ്പിടിച്ചവൻ്റെ കവിളിൽ പല്ലുകൾ ആഴ്ത്തി വിട്ടു നിന്ന ശേഷം ഓടി കാറിലേക്ക് കയറി. ഡേ, ഐ ലവ് യു യദു. കവളൊഴിഞ്ഞോണ്ട് യദു അലറിയതും ആദ്യം ഒരു ഫ്ലൈയിങ് കിസ് പറത്തിവിട്ട് യദുവിനെ നോക്കിയടിച്ചു. വേറെ ആരോടും യാത്ര പറയാൻ ആദ്യം തുനിഞ്ഞിരുന്നില്ല. കാരണം ആരോടെങ്കിലും യാത്ര പറയുമ്പോൾ അവരെന്തേ പറഞ്ഞാൽ തനിക്ക് വേദനിക്കും. ഇന്ന് താൻ ഒത്തിരി സന്തോഷിക്കുന്ന ദിവസമാണ്. അത് ചുമ്മാ ഇല്ലാതാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ആരോടും യാത്ര പറയാൻ തുനിയാതിരുന്നത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ സരിതേച്ചിനെ പോയി കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ആ സമയത്ത് എന്തോ കരച്ചിലൊക്കെ വന്നു. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സരിതേച്ചി. ബാക്കി എന്നും ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. ഈ യാത്ര അവൾ അത്രമേൽ സന്തോഷിപ്പിക്കുന്നുണ്ട് താനും. പക്ഷേ യദുവിനെ ഇനി നേരിട്ട് കാണാൻ പറ്റില്ല എന്നോർക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അതേപോലെ കാർത്തിയോട് ആദ്യം ഇങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ആദി ഫാമിലിയായി യുഎസിലേക്ക് പോയി എന്ന് യദു പറഞ്ഞോളാമെന്ന് ആദിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യം ഒന്നും പറയാതിരുന്നത്. ഇനി അങ്ങോട്ട് ആദിയും കണ്ണനും ഒറ്റക്കായതിനാൽ അവർ പരസ്പരം സ്നേഹിക്കുമെന്നാണ് മുത്തച്ഛൻ പറഞ്ഞിരുന്നത്. എങ്കിലും അതിനെല്ലാം വിപരീതമായി മറ്റെന്തൊക്കെയോ തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് എന്ന് ആദിയുടെ മനസ്സ് അവളോട് മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആദിയും കണ്ണനും 19 മണിക്കൂറുകൾക്ക് ശേഷം യുഎസിലെ മണ്ണിലെത്തി. ആദ്യ വിടർന്ന മീയാൽ ഓരോന്നും നോക്കുന്നത് കണ്ണൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ കയറിയത് മുതൽ പേടിച്ചിട്ട് അവൾ തൻ്റെ കൈ മാന്തി പൊളിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനെ പോകുന്നത് എന്നറിയാവുന്നത് കൊണ്ട് താനും അവളുടെ കൈ മുറുകെ പിടിച്ചു ആശ്വസിപ്പിച്ചു. എയർപോർട്ടിന് പുറത്തെത്തിയതും തൻ്റെ ഫ്രണ്ട്സിനെ കണ്ണൻ ചുറ്റും നോക്കിയെങ്കിലും അവരെയൊന്നും അവിടെ കാണാതെ വന്നതും കണ്ണനിൽ ദേഷ്യം നിറഞ്ഞു. ദേഷ്യത്തോടെ നിൽക്കുന്ന കണ്ണനെ പെട്ടെന്നാരോ ഓടി വന്ന് ഉടുമ്പടക്കം കെട്ടിപ്പിടിച്ചതും കണ്ണനൊന്ന് തറഞ്ഞു നിന്നു. ആരാ തന്നെ കെട്ടിപ്പിടിച്ചത് എന്ന് കണ്ണന് മനസ്സിലായില്ല. തലചെരിച്ചു ആദിയെ നോക്കിയതും കണ്ണും തള്ളി തന്നെ നോക്കി നിൽക്കുന്നവളെ കാണെ ഒന്നും മിണ്ടാതെ തന്നിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന പെണ്ണിനെ തന്നിൽ നിന്ന് അകറ്റി അവളുടെ മുഖത്തേക്ക് നോക്കിയതും കണ്ണൻ ഞെട്ടിയൊരടി പിറകോട്ട് നിന്നു. നീയോ? നീ എന്താ ചിക്കു ഇവിടെ? കണ്ണൻ ഞെട്ടൽ വിട്ടുമാറാതെ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ തന്നെ നോക്കി. സോറി ബേബി, ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് പപ്പ കാരണമാണ്. റിയലി സോറിടാ. ശരിക്കും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. റിയലി ഐ ലവ് യു ബേബി. ചിക്കു കണ്ണനെ കെട്ടിപ്പിടിച്ചവൻ്റെ കവളിൽ ചുംബിച്ചതും ഒരു വിറയലോടെ കണ്ണൻ ആദിയെ നോക്കി. നിറഞ്ഞ മീകൾ തുടച്ച് തങ്ങളിൽ നിന്ന് നോട്ടം മാറ്റിയവളെ കാണെ കണ്ണനെന്ന് നിശ്വസിച്ചു. ലവ് യു ടു ചിക്കു. ഒരു ചിരിയോടെ ചിക്കുവിനെ പുണർന്നവൻ അവളിൽ നിന്നകന്നു നിന്നു. എനിക്കറിയാം, അന്ന് നിനക്കെന്തോ പ്രോബ്ലം ഉണ്ടായിട്ടാണ് എന്നോട് ബ്രേക്കപ്പ് പറഞ്ഞത് എന്ന്. അല്ലാതെ 2 വർഷത്തെ നമ്മുടെ പ്രണയം ഒറ്റ ദിവസം കൊണ്ട് നീ ഇല്ലാതാക്കില്ലെന്ന് എനിക്കറിയാം. എന്തായാലും നീ ടെൻഷൻ അടിക്കുന്ന പോലെ ഞാൻ നിന്നെ വെറുത്തിട്ടും മറന്നിട്ടുമൊന്നുമില്ല പെണ്ണെ. കണ്ണനൊരു ചിരിയോടെ ചിക്കുവിൻ്റെ കവളിലൊന്ന് തട്ടി. അതെനിക്കറിയില്ലേ, എൻ്റെ ബേബിക്ക് എന്നെ അങ്ങനെയൊന്നും വെറുക്കാൻ സാധിക്കില്ല. നീ വാ, ഞാൻ വീട്ടിലിറക്കി തരാം. ഏയ്, നീ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വാ. ഇപ്പോൾ ഷാദി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ്റെ ഒപ്പം വന്നോളാം. അവനോട് വരണ്ട എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നാ വാ. കണ്ണനും ചിക്കുവും കൈകൾ കോർത്തു പിടിച്ച് മുന്നോട്ട് നടക്കുന്നത് ആദി നിറമെയ്യാൽ നോക്കി നിന്നു. 2 വർഷത്തെ പ്രണയമാണ് പോലും അവരുടേത്. അതിനിടയിൽ താൻ എന്തിന് കടന്നു വന്നതാ? ആദിക്കൊന്നായിട്ട് കരച്ചിൽ വന്നു. കുറച്ച് മുന്നോട്ട് നടന്ന കണ്ണൻ ആദിയെ ഓർമ്മ വന്നതും ഒന്ന് തിരിഞ്ഞു നോക്കി. നിറഞ്ഞ മീകളോടെ നിൽക്കുന്ന ആദിയെ കാണെ ഒന്ന് നിശ്വസിച്ചവൻ ചിക്കുവിൻ്റെ കൈ അവനിൽ നിന്ന് അടർത്തി ആദിക്കടുത്തേക്ക് നടന്നു. ചിക്കു ആണേൽ ഒന്നും മനസ്സിലാവാതെ കണ്ണനെ നോക്കി. നീ ആരെ വായി നോക്കി നിൽക്കുക? നടക്കിങ്ങോട്ട്. ആദിയുടെ കയ്യും പിടിച്ചവൻ ചിക്കുവിൻ്റെ അടുത്തേക്ക് ചെന്നതും സംശയത്താൽ പിരികം ചുളിച്ചവൾ ആദിയെയും കണ്ണനെയും നോക്കി. ഇതാരാ ബേബി? ഇതെൻ്റെ പുതിയ സെർവൻ്റാണ്. നിനക്കറിയാലോ, ഫ്രണ്ട്സ് ഉണ്ടാക്കുന്ന ഫുഡൊന്നും എനിക്കങ്ങോട്ട് ദഹിക്കില്ലെന്ന്. അതുകൊണ്ട് മുത്തച്ഛൻ കണ്ടെത്തി തന്ന ന്യൂ സെർവൻ്റാണിത്. ഇന്ന് മുതൽ എൻ്റെ ഫുഡൊക്കെ സെറ്റാക്കുന്നത് ഇവളായിരിക്കും.
കണ്ണൻ ചിക്കുവിനെ നോക്കി ഒന്ന് നിശ്വസിച്ച് പറഞ്ഞത് കേൾക്കെ ആദ്യാകെ വല്ലാതായി. കണ്ണനിൽ നിന്ന് പിടിവിട്ടവൾ കഴുത്തിലെ താലി മുറുകെ പിടിച്ചു. വേലക്കാരിയാണ് പോലും താൻ. ആദിക്ക് കണ്ണുനീർ പിടിച്ചു വെക്കാൻ പറ്റാത്ത പോലെ തോന്നി. അറിയാതെ ചുണ്ടുകൾ വിതുമ്പിയെങ്കിലും പുച്ഛത്തോടെ തന്നെ നോക്കുന്ന ചിക്കുവിനെ നോക്കി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇവിടെ വന്ന താനും കണ്ണനും തനിച്ചായില്ലെങ്കിലും തന്നെ അങ്ങേര് സ്നേഹിക്കുന്നു എന്ന് പറയുമെന്നും തനിക്ക് സന്തോഷമായിരിക്കും ഇവിടെയെന്നും ഒരു മാത്ര ചിന്തിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തൻ്റെ വ്യാമോഹമാണെന്ന് മനസ്സിലായി. കണ്ണൻ ഒരിക്കലും തന്നെ സ്നേഹിക്കില്ല. അവൻ പറഞ്ഞ പോലെ അന്ന് തൻ്റെ ശരീരം അവൻ സ്വന്തമാക്കിയതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അവൻ എനിക്ക് ഈ താലി തന്നു. അത്രയേ ഉള്ളൂ. അല്ലാതെ കണ്ണന് താൻ അവൻ്റെ ആരുമല്ല. കണ്ണൻ ഒരിക്കലും തന്നെ സ്നേഹിക്കുകയുമില്ല. ആദി നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുനീർ തുടച്ച് കണ്ണനെയും ചിക്കുവിനെയും നോക്കി. അവർ ഓരോന്ന് പറഞ്ഞ് മുന്നിൽ നടന്നതും ആദ്യം പിറകെ വെച്ച് പിടിച്ചു. എന്നെ കണ്ണൻ്റെ സെർവൻ്റ് ആക്കിയത് ആ ചിക്കുവിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് ആദി കേട്ടു. അപ്പോൾ അവൻ ഈ കഴുത്തിൽ താലി ചാർത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അവൾ എന്തു പറയും? കണ്ണനും ചിക്കുവും ഫ്രണ്ടിൽ കയറിയതും കണ്ണൻ്റെയും തൻ്റെയും ലഗേജസ് കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചവൾ കാറിലേക്ക് കയറിയിരുന്നു. വലിയ ഒരു മോഡേൺ ഇരുനില വീടിന് മുന്നിൽ കാറ് ചെന്ന് നിന്നതും കണ്ണനും ചിക്കുവും അതിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറിപ്പോയി. ആദി എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നപ്പോഴാണ് ചിക്കു തിരിച്ചു വന്ന് ആദിക്ക് ഡിക്കി തുറന്നു കൊടുത്തു ലഗേജസ് ഒക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത്. ആദി തിരിച്ചൊരു മറുപടി നൽകാതെ എല്ലാം പെറുക്കിയെടുത്ത് ആ വലിയ വീട്ടിലേക്ക് കയറിയതും ഹാളിൽ തന്നെ രണ്ട് അപരിചിതരായ ചെക്കന്മാരും കൂടെ കണ്ണേട്ടനും ആ ചിക്കും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആരാ? എന്ത് വേണം? ഇയാളെന്താ പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട്? ഡാ ജോണേ, ഇനി ഇത് നീ ലൈൻ അടിക്കുന്ന ഏതെങ്കിലും പെണ്ണാണോ? മര്യാദയ്ക്ക് ഇറക്കി വിട്ട ഇതിനെ. ഷാദി ജോണിനെ നോക്കി പല്ല് കടിച്ചതും ജോൺ ആദിയെ നോക്കി. ഒന്ന് പോടാ, മനുഷ്യരിവിടെ എൻ്റെ പേഷ്യൻസിനെ തന്നെ നോക്കാൻ നേരല്ല. അന്നേരം കണ്ട പെൺപിള്ളേർ. അപ്പോൾ കൊച്ചേതാ കൊച്ചേ? ഷാദി ഒന്നും മനസ്സിലാവാതെ ആദിയെ നോക്കി. അതാദി എൻ്റെ ഒപ്പം വന്നതാ. എന്തിനെ? ഷാദിയും ജോണും പിരികം ചുളിച്ചു കണ്ണനെ നോക്കി. നിങ്ങളുടെ ഫുഡൊന്നും എനിക്ക് പറ്റാഞ്ഞിട്ട് എനിക്കായി ഒരു ഷെഫിനെ കൊണ്ടുവന്നതാ ഞാൻ. കണ്ണൻ ഇരുവരെയും പുച്ഛിച്ച് വിട്ടു ആദിയെ നോക്കി. അയ്യവ, അപ്പോൾ ഇന്ന് മുതൽ നല്ല അടിപൊളി ഫുഡ് താൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമല്ലേ? ഷാദിയും ജോണും ആദിയെ കണ്ണു വിടർത്തി നോക്കി. നിങ്ങൾക്കല്ല, എനിക്ക്. നിങ്ങൾക്ക് വേണേ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ആദി, നീ മുകളിൽ ലാസ്റ്റ് റൂമിൽ ലഗേജസ് ഒക്കെ കൊണ്ടുവച്ചേക്ക്. കണ്ണൻ അത് പറഞ്ഞതും ആദിയൊന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. കണ്ണൻ്റെ റൂം കാണെ ആദിയുടെ കണ്ണു വിടർന്നു. ചുമരിലെ ഫ്രെയിം ചെയ്തു വെച്ച കണ്ണൻ്റെ ഓരോ ചിത്രത്തിലും കൈവച്ചവൾ തലോടിക്കൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. അറിയാം, നിനക്കൊരിക്കലും യോജിച്ചവളല്ല ഞാനെന്ന്. പക്ഷേ അറിയാതെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയം നിറഞ്ഞുപോയ സ്വര. അത് വെച്ച് നിന്റെ പ്രണയം ഞാൻ ഇരുന്ന് വാങ്ങുമെന്ന് നീ ഒരിക്കലും പേടിക്കണ്ട. ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യില്ല. ആദി പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്കിറങ്ങിയതും കണ്ടു കണ്ണനിലേക്ക് ചേർന്നിരുന്ന് അവനോട് കൊഞ്ചിക്കുകയെന്ന് ചിക്കുവിന്. അവൾക്ക് അത് കണ്ടിട്ട് സങ്കടമാണോ അല്ലെങ്കിൽ ദേഷ്യമാണോ തോന്നുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് നിശ്വസിച്ച് അവൾ താഴേക്ക് ചെന്നതും ജോണും ഷാദിയും അവൾക്കടുത്തേക്ക് വന്നു. അവരെ രണ്ടിനെയും വായി നോക്കി നിൽക്കാതെ വാ, അടുക്കള കാണിച്ചു തരാം. ജോൺ ഗൗരവത്തോടെ പറഞ്ഞതും ആദി അവർക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. അത് പിന്നെ ആ പെൺകുട്ടി ആരാ? നീ ഇതാവും ചോദിക്കുക എന്ന് ഞാൻ ഊഹിച്ചു. നീ വന്നപ്പോൾ മുതൽ നിന്റെ കണ്ണ് അർണവിലും ചിക്കുവിലുമാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? നീ വെറും ഒരു സെർവൻ്റ് ആയിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. അർണവ് ആരാണെന്ന് അറിയോ നിനക്ക്? അവന് എത്രമാത്രം ഫാൻസ് ഉണ്ടെന്ന് അറിയോ നിനക്ക്? നിനക്കവനെ ആഗ്രഹിക്കാൻ പോലും യോഗ്യതയില്ല മോളെ. ഷാദി പറഞ്ഞത് കേൾക്കെ ആദി കണ്ണടച്ച് പിടിച്ചൊന്ന് നിശ്വസിച്ചു. എവിടെ പോയാലും യോഗ്യത. അത്രക്ക് തരം താഴ്ന്നവളാണോ താൻ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിനെ വായി നോക്കിയതൊന്നുമല്ല. എനിക്ക് ജസ്റ്റ് ആ കുട്ടിയുടെ പേരും അങ്ങനോട് ആരാണ് അവളെന്നും അറിഞ്ഞാൽ മതി. അല്ലാതെ അവനെ പിടിച്ച് എനിക്ക് കെട്ടിച്ചു തരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് അധികാരത്തിലാണ് നീ അങ്ങേര് എന്നൊക്കെ പറയുന്നേ? അവനെ അർണവ് സാർ എന്ന് വിളിക്ക്. എന്താ നിനക്ക് അറിയേണ്ടത്? ചിക്കു ആരാണെന്നാണോ? ചിക്കു അർണവിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. 2 years ആയി അവർ പ്രണയത്തിലാണ്. ആൻഡ് ചിക്കുൻ്റെ റിയൽ നെയിം ശിതിക എന്നാണ്. ഇനി എന്തെങ്കിലും മേഡത്തിന് അറിയണോ? പിന്നെ ഒരു കാര്യം കൂടി, നീ എന്തൊക്കെ കളിച്ചാലും ചിക്കുവിനെ അവൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി നിനക്കവിടെ കയറി പറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് ചുമ്മാ അവരുടെ പിറകെ പോണ്ട. ജോൺ അതും പറഞ്ഞ് അടുക്കളയിലെ ഓരോന്നും ആദിക്ക് കാണിച്ചു കൊടുത്തു. അവർ അകത്തേക്ക് കയറിപ്പോയതും ആദിയൊന്ന് നിശ്വസിച്ച് കണ്ണുകൾ ഇറുകെ മൂടി. ശിതിക, തൻ്റെ അസുരൻ്റെ പ്രണയിനി. 2 വർഷത്തെ അവരുടെ പ്രണയം. താൻ ഇവിടെ നിന്നാൽ ഒരു പക്ഷേ കണ്ണനും ശിതികയും തമ്മിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്.
അതിനാൽ അവരുടെ ജീവിതത്തിലെ കരടാവാതെ ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോകണം. കണ്ണേട്ടനെ കാണാത്ത എവിടെയെങ്കിലും പോയി തനിച്ച് ജീവിക്കണം. ആദ്യം അവരൊന്ന് ചിന്തിച്ചു കൂട്ടി നിലത്തേക്ക് ഊർന്നിരുന്നു. ഒപ്പം അവളുടെ മീകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞു തൂവി. നീ എന്താ കരയുന്നേ? അടുക്കളയിലേക്ക് തിരിച്ചു വന്ന ഷാദി കണ്ടത് നിലത്തിരുന്ന് കരയുന്ന ആദിയാണ്. അവൻ അവളെ തന്നെ നോക്കി അവൾക്കടുത്തേക്ക് നടന്നു. എന്നാൽ ഷാദിയുടെ ശബ്ദം കേൾക്കെ കണ്ണുനീർ തുടച്ചു മാറ്റി ആദി വേഗം ചാടിണീറ്റ് അവനെ നോക്കി പുഞ്ചിരിച്ചു. നിന്നോടാ ചോദിച്ചത് നീ എന്തിനാ കരയുന്നേ എന്ന്. ഹാ, അതൊന്നുമില്ല. സത്യം പറ, അർണവും ചിക്കും സെറ്റാന്ന് പറഞ്ഞതിനല്ലേ നീ കരയുന്നേ? എന്തായാലും കരഞ്ഞു കഴിഞ്ഞെങ്കിൽ 4 ഗ്ലാസ് ആപ്പിൾ ഷേക്ക് എടുക്ക്. ആപ്പിളും പാലുമൊക്കെ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ കണ്ണനുള്ളത് മധുരം കുറയ്ക്കണം. ഷാദി പറഞ്ഞതിന് ഒന്ന് മൂളി കൊടുത്തവൾ ഷേക്ക് സെറ്റാക്കാൻ വേണ്ടി തുടങ്ങി. അതൊന്ന് നോക്കിയിട്ട് ഷാദി അകത്തേക്ക് കയറിപ്പോയി. ഷേക്ക് റെഡിയായതും ആദ്യം അതും കൊണ്ട് അകത്തേക്ക് പോയി. ഹാളിൽ തന്നെ കണ്ണനും അവനോട് ഒട്ടിയിരിക്കുന്ന ചിക്കുവിനെയും കണ്ടതും ഒന്ന് നിശ്വസിച്ച് ആദ്യം അവർക്ക് ഓരോ ഷേക്ക് എടുത്തു കൊടുത്തു. മറ്റേ രണ്ടാളും എവിടെ? ആദ്യ കണ്ണനെ നോക്കി. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ആദ്യ വേഗം നോട്ടം മാറ്റി. അവർ മുകളിൽ കാണും. ആദ്യക്ക് മറുപടി നൽകിയത് ചിക്കുവായിരുന്നു. അവൾക്കൊന്ന് മൂളി കൊടുത്തവൾ മുകളിലേക്ക് കയറി ചെന്നതും കോമൺ ബാൽക്കണിയിൽ ഇരിക്കുന്ന ഷാദിയെയും ജോണിനെയും കണ്ടവൾ അങ്ങോട്ട് ചെന്ന് അവർക്കിരുവർക്കും ഷേക്ക് കൊടുത്തു. തിരികെ നടക്കാനൊരുങ്ങവേ ജോൺ വിളിച്ചത് കേൾക്കെ ആദ്യം അവനെ തിരിഞ്ഞു നോക്കി. നിനക്ക് അർണവിനെ ഇഷ്ടമാണോ? ജോണിൻ്റെ ചോദ്യത്തിന് എന്ത് മറുപടി കൊടുക്കണം എന്ന് ആദ്യക്ക് അറിയില്ലായിരുന്നു. അവളൊന്ന് കണ്ണടച്ചു പിടിച്ച് ശ്വാസം ആഞ്ഞു വലിച്ചുവിട്ട് ജോണിനെയും ഷാദിയെയും നോക്കി പുഞ്ചിരിച്ചു. എനിക്കങ്ങേരെ സ്നേഹിക്കാൻ യോഗ്യതയില്ല എന്ന് പറയാൻ വേണ്ടിയാണോ ബ്രോ ഈ ചോദ്യം ഉന്നയിക്കുന്നത്? എനിക്കറിയാം അങ്ങേർക്ക് യോജിച്ചവളല്ല ഞാനെന്ന്. അത് വെച്ച് അങ്ങേരെ പ്രേമിക്കരുത് എന്നൊന്നും ഇല്ലല്ലോ. എനിക്ക് ആരും അറിയാതെ എൻ്റെ മനസ്സിൽ അങ്ങേരെ കൊണ്ടു നടക്കാലോ. ഞാൻ അങ്ങേരെ പ്രണയിക്കുന്നു എന്ന് വെച്ച് തിരിച്ചങ്ങേരെ എന്നെ പ്രണയിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. സോ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങേരെ സ്നേഹിച്ച് ജീവിച്ചോളാം. ഇനിയിപ്പോൾ ഞാൻ അങ്ങേരെ പ്രണയിക്കുന്നു എന്ന് നിങ്ങൾ നാട്ടിൽ പാട്ടാക്കാതിരുന്നാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, ഇനി മേലിൽ എൻ്റെ യോഗ്യത പറഞ്ഞു വരരുത്. എൻ്റെ യോഗ്യത എന്തെന്ന് നിങ്ങൾ ആരും തീരുമാനിക്കണ്ട. അല്ല പിന്നെ കുറേ ദിവസമായി കേൾക്കുന്നു എനിക്കവനെ പ്രണയിക്കാൻ യോഗ്യതയില്ല, അവൻ്റെ ഭാര്യയാവാൻ യോഗ്യതയില്ല. ഇവിടെ തിരിഞ്ഞാലൊരു യോഗ്യത. കൽപ്പിൽ അതും പറഞ്ഞ് അവിടുന്ന് പോയവളെ കാണെ ജോണും ഷാദിയും മുഖാമുഖമൊന്ന് നോക്കി.